മൊത്തം ഭൂമി എടുക്കുമ്പോൾ കൊടുക്കേണ്ടുന്ന വിലയും 5 സെൻറ്റ് ഭൂമി മാത്രം അതിൽ നിന്ന് മുറിച്ച് വിൽക്കുമ്പോൾ കൊടുക്കേണ്ടുന്ന വിലയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. 5 സെൻറ്റിന് കൂടുതൽ വില കൊടുക്കേണ്ടി വരും. എന്നിട്ടും 17 ലക്ഷം കൊടുത്തിട്ടുള്ളൂ. ഇത് 2 കൊല്ലം മുമ്പേ 18,4 ലക്ഷത്തിന്. അപ്പോൾ ഇതിലൊന്നും നടന്നില്ല എന്ന് ഇങ്ങനെ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ആർക്കാ വിശ്വസിക്കാൻ സാധിക്കുക? മറ്റൊന്ന്, ഈ മധുസൂദന് കൊടുത്ത റെസീപ്റ്റുകളെല്ലാം തിരിച്ചു വന്നോ? അത് കുഞ്ഞികൃഷ്ണനോട് തന്നെ ചോദിക്കണം എന്നാണെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. റെസീപ്റ്റ് എല്ലാം തിരിച്ചു വന്നിരുന്നു. ഇതെല്ലാം ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. 1ഉം 2ഉം ഒറിജിനൽ റെസീറ്റാണ് TI മധുസൂദനൻ ഫണ്ട് പിരിക്കാൻ ഉപയോഗിച്ചത്. ഓഡിറ്റിന് ആ 2 ബുക്കും ഹാജരാക്കിയിട്ടില്ല. അതിന് പകരം മറ്റൊരു സ്വകാര്യ പ്രസ്സിൽ നിന്ന് സൊസൈറ്റി പ്രസ്സിൻ്റെ പേരിൽ അച്ചടിച്ച വ്യാജ റെസീറ്റാണ് ഹാജരാക്കിയത്. ഓഡിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാ രേഖകളും ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയതിന് ശേഷമാണ് TI മധുസൂദനൻ ഉപയോഗിച്ച ഒറിജിനൽ 2ാം നമ്പർ ബുക്ക് എൻ്റെ കയ്യിലെത്തുന്നത്. അത് TI മധുസൂദനൻ ഒരാൾ വശം കൊടുത്തയച്ചതാണ്. ആ 2ാം നമ്പർ ബുക്ക് 2ാം നമ്പർ ബുക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കയ്യിൽ വന്ന റെസീറ്റ് ലീഫൊക്കെ നോക്കി 28 പേരിൽ നിന്ന് ഇയാൾ ഫണ്ട് പിരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കണക്കാക്കി ആ റിപ്പോർട്ടടക്കം ജില്ലാ കമ്മിറ്റിക്ക് നൽകിയതാണ്. അതിനുശേഷമാണ് ഈ 2ാം നമ്പർ റെസീറ്റ് തിരിച്ചു വരുന്നത്. ആ 2ാം നമ്പർ റെസീറ്റ് നോക്കിയപ്പോൾ 28 റെസീറ്റ് മുറിച്ചിട്ടുണ്ട്. 1ാമത്തെ ബുക്കിൽ 25 മുറിച്ചിട്ടുണ്ടാവുമല്ലോ. 2ാമത്തെ റെസീറ്റിൽ 3 റെസീറ്റ് 26, 27, 28 ഈ 3 റെസീറ്റ് കൃത്യമായി മുറിച്ചിട്ടുണ്ട്. ആ റെസീറ്റ് ഈ 2ഉം ഓഡിറ്റിന് ഹാജരാക്കിയിട്ടില്ല. ഓഡിറ്റ് കഴിഞ്ഞ് ഈ രേഖകളെല്ലാം ജില്ലാ കമ്മിറ്റിക്ക് തിരിച്ചേൽപ്പിച്ചതിന് ശേഷമാണ് ഈ 2ാം നമ്പർ ബുക്ക് വരുന്നത്. ആ 2ാം നമ്പർ ബുക്ക് പരിശോധിച്ചപ്പോൾ അതിൽ 26ാം നമ്പർ റെസീറ്റിൽ മുറിച്ച പണം വരവിൽ എവിടെയും ഉൾപ്പെടുത്തിയിട്ടില്ല. അതാർക്കും ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. 26ാം നമ്പർ റെസീറ്റിൽ എത്ര ഫണ്ട് മുറിച്ചു എന്നും ആരിൽ നിന്നാണ് ഫണ്ട് വാങ്ങിയത് എന്നും എൻ്റെ മനസ്സിലുണ്ട് കൃത്യമായി. അത് പയ്യന്നൂരിലൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ആ സംഭാവന കൊടുത്തത്. ആ ഫണ്ട് കണക്കിലില്ല. അപ്പോൾ 28 പേരിൽ നിന്ന് ഫണ്ട് പിരിച്ച് ഈ റെസീറ്റ് മാറ്റിമുറിക്കുമ്പോൾ 20 പേരിൽ നിന്ന് മാത്രമായേ ഫണ്ട് പിരിച്ചുള്ളൂ എന്ന കണക്കാണ് കൊടുത്തത്. ബാക്കി 8 പേരുടെ ഫണ്ട് ഇവിടെ പോയി. അത് ഞാൻ ചോദിച്ചു, ഉത്തരം പറയണ്ടേ? ഈ 26ാം നമ്പർ റെസീറ്റിലെ പണം എവിടെ പോയി? ഉത്തരം പറയണ്ടേ? അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക്, ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഒന്നും മറുപടി പറയാനില്ല. വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യം. ഈ എന്നൊരു സംഗതി നടന്നിട്ടില്ല. അത് പ്രത്യേകിച്ചും അത് ധനരാജ് സാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് 40 ലക്ഷം ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ചു എന്ന് പറയുന്നത് കുഞ്ഞികൃഷ്ണന്റെ മാത്രം ആരോപണമാണെന്ന് പറയുന്നത്. അത് കണക്കുകളൊക്കെ വെച്ച് ചില കണക്കുകളൊക്കെ പറഞ്ഞു 35 ലക്ഷമാണ്, 5 ലക്ഷം താങ്കൾ ചേർത്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പ്രതിരോധിച്ചത്. ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട വകമാറ്റല് പുസ്തകത്തിലെ കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് വിമർശിക്കുന്നത്. ഈ KK രാഗേഷിൻ്റെ പത്രസമ്മേളനത്തിലെ അവതരണം സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചുവല്ലോ. ഇതിൽ ഈ കണക്ക് ജൂണിൽ അവതരിപ്പിച്ചു എന്ന് പറയാണ്. ശുദ്ധ കളവാണ്. ജൂണിൽ കമ്മിറ്റി കണക്ക് അംഗീകരിക്കുന്നില്ല. ജില്ലാ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ചർച്ച ചെയ്ത് കുറേ നടപടിയൊക്കെ സ്വീകരിച്ച് ഇവിടെ വന്നു ഏരിയ കമ്മിറ്റിയിൽ. ആ നടപടിയൊക്കെ വിശദീകരിച്ചു. കണക്കില്ല. അപ്പം ഞാൻ അവസാനമായി ആ കമ്മിറ്റിയിൽ ഇവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ ഒരു കാര്യത്തിനെങ്കിലും നിങ്ങൾ ഉത്തരം പറ. ധനരാജ് ഫണ്ട് കുടുംബത്തിന് വീട് നിർമ്മിച്ച വകയിൽ ചെലവായ സംഖ്യ 3 സംഖ്യ കണക്കുണ്ട്. 1 29,4 ലക്ഷം, 2 30 ലക്ഷം, 3 34,4 ലക്ഷം. ഇതേതാണ് ശരി എന്നെങ്കിലും നിങ്ങൾ ഈ കമ്മിറ്റിയിൽ പറ എന്ന് പറഞ്ഞു. ഒരക്ഷരം ഒരാളും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ 29,4 ലക്ഷമാണ് ചിലവായത്. 30 ലക്ഷം ചിലവായി എന്ന് അന്നത്തെ ഏരിയ സെക്രട്ടറി KP മധു ഞാൻ ഈ കണക്ക് സമ്മേളനത്തിൽ വെക്കുന്നതിന് വേണ്ടി അയാളോട് അന്വേഷിച്ചപ്പോൾ അയാൾ ഫോണിലൂടെ പറഞ്ഞ മറുപടിയാണ്. അയാൾ പറഞ്ഞു, ഈ വിവരം ഞാൻ ജില്ലാ സെക്രട്ടറിയോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 29,4 ലക്ഷം അല്ലേ കണക്കിലുള്ളൂ, പിന്നെ ഇങ്ങനെ 30 ലക്ഷം എന്ന് പറയുന്നത്? അത് 75,000 അവസാനം ക്യാഷായിട്ട് കൊടുത്തതാണ്. ഇതായിരുന്നു അയാളുടെ മറുപടി. ഞാൻ അയാളെ വ്യക്തിപരമായി പേര് പറഞ്ഞുകൊണ്ട് തന്നെ പുസ്തകപ്രകാശന ചടങ്ങിൽ പണം കട്ടു എന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. അയാൾക്ക് എന്ത് നിയമ നടപടി സ്വീകരിക്കാം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 75,000 ക്യാഷ് കൊടുത്തുവെങ്കിൽ
ഈ 34,5 ലക്ഷത്തിന് പകരം ചിലവ് 35 ലക്ഷം ഉണ്ടേ. 34,5 ലക്ഷം ചെക്ക് കൊടുത്തതാണ്. അപ്പോൾ അത് 35 ലക്ഷം ഉണ്ടേ. 29,5 ലക്ഷം ചെക്ക് കൊടുത്തതാണ്. അപ്പോൾ 30 ലക്ഷം ഉണ്ടേ. അപ്പോൾ അത് ഇല്ല. അപ്പോൾ അത് ഒരു തെറ്റായ കണക്കാണ് എന്ന് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ഈ 34,5 ലക്ഷം അതിൽ 29,5 ലക്ഷം മാത്രമേ കോൺട്രാക്റ്റഡ് അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ളൂ. 5 ലക്ഷം പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് പോയി. അത് പിന്നീട് വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ രാകേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഏരിയ കമ്മിറ്റിയെ, ബാക്കി ഏരിയ കമ്മിറ്റിയെ ഏൽപ്പിച്ചു. ബാക്കി എത്രയുണ്ടെന്ന് കണക്ക് പറഞ്ഞാലേ അറിയൂ. കണക്ക് അവതരിപ്പിച്ചിട്ടല്ലേ ഇത്ര ബാക്കിയുണ്ട്, ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ പറ്റൂ. ഈ ഫണ്ട് ഏരിയ കമ്മിറ്റിക്ക് കൈമാറാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ എവിടെ തീരുമാനിച്ചു, ആര് കൊടുത്തു, ഏത് അക്കൗണ്ടിൽ വന്നു,